മക്കളെ, വിസർപ്പരോഗികള്, ത്വക്ക് രോഗികള്, വെള്ളപ്പാണ്ടുള്ളവര്, ചിരങ്ങ് രോഗികള്, പൊറുക്കാത്ത വ്രണങ്ങള്, ഷുഗർ രോഗങ്ങള് മൂലമുണ്ടായ രോഗങ്ങള്, മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങള് കർത്താവിൻ്റെ രക്തത്തെ കഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, പിതാവേ ആരാധന. ഒരിക്കൽ വരേ സദയം തുടരേ സുഖമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്റെ മക്കളെ, ജപ്തി നടപടികൾ നേരിടുന്നവര്, ജോലി ഇല്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ടവര്, യുദ്ധക്കെടുതിയുടെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവര്, ഇത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാന ലോകം തിരിച്ചു വരുന്നതിന് വേണ്ടി സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരമദിവ്യകാരുണ്യത്തിന് കർത്താവ്. നാട്ടിലെ റാങ്ക് ലിസ്റ്റിലുള്ളവര്, അപ്പോയിന്റ്മെന്റ് പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതുന്നവര്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവര്, അവരെല്ലാവരും ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, പഠനത്തിനും അടുത്തുപോയ കുഞ്ഞുങ്ങള്, പരീക്ഷ എഴുതുന്നതിന് വേണ്ടി പോലും സംഭ്രമമുള്ള ഡിപ്രഷനുള്ള മക്കള് കർത്താവിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടുകയും അവരൊറ്റ പ്രാർത്ഥന കൊണ്ട് അവർ ശക്തി പ്രാപിക്കുകയും ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, യേശുവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ യാത്രയിലിരിക്കുന്നവര്, യാത്ര ചെയ്യാൻ പോകുന്നവര്, യാത്രയ്ക്ക് തടസ്സം വന്നിട്ടുള്ളവര്, വിസ വന്ന് പക്ഷെ ടിക്കറ്റ് വന്നില്ലെന്ന് പറയുന്നവര്, വിസ പുതുക്കി കിട്ടാത്തവര്, വർക്ക് പെർമിറ്റ് പുതുക്കി കിട്ടാത്തവര്, വീട്ടു തടങ്കിൽ കഴിയുന്നവര്, അവരുടെ മേലെല്ലാം കർത്താവിന്റെ രക്തം പടരട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അവിടെ അടഞ്ഞുപോയ വാതിലുകൾ യേശുക്രിസ്തു നാമം തുറക്കപ്പെടട്ടെ. സ്തുതിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവര്, വിവാഹം താമസിക്കുന്നവര്, വിവാഹ കോടതിയിൽ കേസ് കിടക്കുന്നവര്, കേസുണ്ടായിട്ട് ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവിന് കൃപ ചൊരിയട്ടെ. മക്കളില്ലാത്തവര്, ട്രീറ്റ്മെന്റ് എടുക്കുന്നവര്, അതിനുവേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ മേലെ എല്ലാം സാക്ഷ്യം പറയാൻ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. സാമ്പത്തിക കടങ്ങളിൽ വിഷമിക്കുന്നവര്, ജപ്തി നടപടി നേരിട്ടിട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളവര്, പലതരത്തിലുള്ള സാമ്പത്തിക പീഡകൾ അനുഭവിക്കുന്നവര്, തൊഴിൽപരമായ ഞെരുക്കങ്ങളും വരുമാനമാർഗം മുട്ടിപ്പോയവര്,
കുടുംബത്തിലുണ്ടാകുന്ന പല തരത്തിലുള്ള ദുരിതങ്ങൾ, അസമാധാന അവസരങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥത ഈശോ ഏറ്റെടുക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാവരും മുട്ടേ നിൽക്കുക, കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിക്കുക, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിലെ ഏറ്റവും വലിയ ആദ്യത്തെ കടമ സാക്ഷ്യം, ജീവിത സാക്ഷ്യം നൽകുകയാണ്. സാക്ഷ്യം ഒരിക്കലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കൃപാസനത്തിൽ വന്ന് പറയാതിരിക്കരുത്. അത് പറയാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ബ്ലോക്കാണെന്ന് ഓർക്കണം. ബ്ലോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പോരായ്മയെ കരുതിയാൽ, സുവിശേഷം പറയുന്നു, പിന്നെ നിങ്ങളുടെ ചിന്തകളും വാക്കുകളെല്ലാം പതറിപ്പോയിട്ട് തെറ്റായ ലക്ഷ്യങ്ങളിൽ പോയി ജീവിതം ഒടുങ്ങിപ്പോകുന്നതിൻ്റെ സൂചനയാണ്. റോമോ 1:29 വായിച്ചാൽ മതി. അതുകൊണ്ട് സാക്ഷ്യം ഒരു കടമയാണ്, ദൈവദൃശ്യത്തിൻ്റെ ഒരു കടമാണ്. പറയാത്തവർ എത്രയും വേഗം ഈ ആഴ്ചയിൽ സാക്ഷ്യം പറഞ്ഞ് മാറേണ്ടതാണ്. സംഭാവന ആശീർവാദത്തിനായി തലകുനിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എന്നെ സഹായിച്ചതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ട്രീസ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ബെൽത്തങ്കടി രൂപതയിലെ, കർണാടകയിലെ ബെൽത്തങ്കടി രൂപതയിലെ കുട്ടർപാടി ഇടവങ്ങമാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. 2025 ഡിസംബർ 2-ാം തീയതി. ഞാൻ 2.5 വർഷമായിട്ട് എൻ്റെ മെറ്റർനിറ്റി ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ
ഇരിക്കുമായിരുന്നു. ഞാൻ കൊച്ചിന് 1 വയസ്സായപ്പം തൊട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്കിൽ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് ചെയ്യുകയും അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. 1 വർഷമായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോടും ഈശോയോടും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒന്ന് പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, അല്ല ഓൺലൈനെങ്കിലും ഒരു ഉടമ്പടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ അന്നേരമൊക്കെ വിചാരിച്ചു, ഉടമ്പടി എടുത്തിട്ട് തന്നെ അല്ലല്ലോ, ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എല്ലായിടത്തും മാതാവുണ്ടല്ലോ, പിന്നെ എന്താ ഇങ്ങനെ എനിക്ക് ജോലി കിട്ടാത്തതെന്ന് ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഒക്ടോബറൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പം ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയുടെ പേജിൽ പോയി സെർച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം ഉടമ്പടി വസ്തുക്കളൊന്നും അതിൽ കിട്ടത്തില്ല. നമ്മുടെ നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാമെന്നുള്ളതേ പറ്റത്തുള്ളൂ. അപ്പം ഞാനത് മമ്മിയുടെ അടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു, ശരിയാ, നീ ഓൺലൈൻ ഉടമ്പടി എടുക്കണ്ട, നീ അവിടെ തന്നെ പോയി ഉടമ്പടി എടുത്താൽ മതി. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. ഒരാൾ 5 വയസ്സും അടുത്ത ആൾ 2 വയസ്സുമാണ്. അവരെ കൊണ്ട് ഇവിടെ വരാനും എനിക്ക് ഉടമ്പടി എടുക്കാനും ഒക്കെ കുറച്ച് പാടുള്ള കാര്യമാണ്. അതല്ല, ഞങ്ങൾ 4 പേര് ഹസ്ബൻഡും പിള്ളേരുമായിട്ട് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. കുഞ്ഞ് സ്കൂളിലും പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ലീവൊക്കെ നോക്കിയിട്ട് വേണം. അപ്പോൾ ഞാൻ നവംബർ തൊട്ട് ഞാനിങ്ങനെ ഓൺലൈൻ നിബന്ധനകളൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിബന്ധനകളൊക്കെ പാലിക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ആദ്യം ഞാൻ ഈ നിബന്ധനകളിലേക്ക് നടത്തി ഞാൻ ട്രൈ ചെയ്യാം ആദ്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാം. കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം പാലിച്ചിരിക്കണം. അത് കാരണം ഞാൻ നവംബർ ആദ്യം തൊട്ടേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസം 5:30 രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും എല്ലാം ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അന്നേരം തൊട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആകുന്നതൊക്കെ വിട്ടു. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും വന്നെങ്കിൽ ജസ്റ്റ് അറ്റൻഡ് ചെയ്യും. ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്താലും മാസത്തിൽ 1-2 ഇൻ്റർവ്യൂ എനിക്ക് വരാറുള്ളൂ. വന്നെങ്കിൽ തന്നെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ടൊക്കെ ക്ലിയർ ആവും. ചിലപ്പോൾ 3rd റൗണ്ടിൽ എനിക്ക് കിട്ടാറില്ല. ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. അതിൻ്റെ മുമ്പ് 8 ഇയേഴ്സോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാളും ഞാൻ വർക്ക് ചെയ്തതിലൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് ഞാൻ ഒന്നെങ്കിൽ അത് കോൺട്രാക്ട് ബേസ് ആയിരിക്കും, ഡയറക്റ്റ് ആണെങ്കിലും കറക്റ്റായിട്ടൊരു IT ഫീൽഡല്ല. ഞാൻ IT ഫീൽഡ് ടെസ്റ്റിംഗ് ഇതിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എനിക്ക് വിഷമമാണ്. എൻജിനീയറിങ് ചെയ്തിട്ടും ഒരു നല്ല ജോലി കിട്ടിയിട്ടില്ല എന്നൊക്കെ വെച്ച്. അങ്ങനെ ഈ 1 മാസത്തോളം ഞാൻ ഈശോയോടും മാതാവിനോടും കൂടുതലടുത്ത് എല്ലാ കാര്യങ്ങളും നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് നോക്കിയിട്ട് എനിക്ക് ടിക്കറ്റൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുൾ ടൈം ടിക്കറ്റ് 2-3 മന്ത്സത്തേന് ടിക്കറ്റ് ഫുള്ളാണ്. അപ്പം തത്കാലം എടുത്ത് വരാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ഞാൻ നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേനും തത്കാലം എടുക്കാൻ ട്രൈ ചെയ്തു. ആദ്യ പ്രാവശ്യം എടുത്തപ്പോഴത്തേനും അത് ക്യാൻസലായിപ്പോയി. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ചയായിരുന്നു, അല്ല നവംബർ 30-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ആൾമോസ്റ്റ് 11:10 ആയി. 11:10 മുമ്പേ ടിക്കറ്റ് 11 കറക്റ്റായിട്ട് ടിക്കറ്റ് എടുത്താലേ കിട്ടത്തുള്ളൂ. പക്ഷേ 11:10 ആയപ്പോഴത്തേനും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കായിരുന്നു ഒന്ന് ടിക്കറ്റ് ഉണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ കാറ് സൈഡിലാക്കി ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത് ഒരു ടിക്കറ്റ് കിട്ടുകയും ചെയ്തു.
അങ്ങനെ നെക്സ്റ്റ് ഡേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. എനിക്ക് മൺഡേ നൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റായി, ട്യൂസ്ഡേ രാവിലെ ഇവിടെ വരാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു, വീട്ടിലെത്തി. അതിൻ്റെ മുമ്പ് സാറ്റർഡേ ഞാനൊരു ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബിഗ് 4 കമ്പനിയിൽ ഒരു കമ്പനിയായ EY എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാൻ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത്. ഞാൻ അതിലൊന്നും പ്രതീക്ഷ വെച്ചില്ല. അങ്ങനെ അതിൻ്റെ കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. തിങ്കളാഴ്ച നൈറ്റ് ഇങ്ങോട്ട് കയറാനുള്ള ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച ഉച്ചയായപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് കോൾ വന്നു, ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ടിന് ചൊവ്വാഴ്ച വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് തത്കാൽ ടിക്കറ്റ് എനിക്ക് കിട്ടിയതാണ്, മാതാവിൻ്റെ അടുത്ത് വരാനുള്ള ഒരു അവസരം കിട്ടിയതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചൊവ്വാഴ്ച വരാൻ പറ്റത്തില്ല, ബുധനാഴ്ച ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല ചൊവ്വാഴ്ച തന്നെ വരണമെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2-3 പേര് മാറി വിളിച്ചു. അവർ പറഞ്ഞു, ഉച്ച കഴിഞ്ഞെങ്കിലും വരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് വെനസ്ഡേ എനിക്ക് ചാൻസ് തരുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, വെനസ്ഡേ നിങ്ങൾക്ക് ചാൻസ് കിട്ടാൻ കുറവാണ്, ബിക്കോസ് ചൊവ്വാഴ്ച വരുന്നവരിൽ ആരെങ്കിലും സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല, അങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എനിക്ക് വെനസ്ഡേ ആണെങ്കിൽ മതി, ചൊവ്വാഴ്ച എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് പ്രദർശനത്തിൽ എനിക്ക് തിരി കിട്ടുകയും ചെയ്തു. എനിക്ക് തിരിയും കൂടെ കിട്ടിയപ്പം കൂടുതൽ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്, അതുമല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് വരുന്നതായിരുന്നു ഇനിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ആലപ്പുഴയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷേ ഇവിടെ എങ്ങും ഞാൻ വന്നിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ വരുന്നതെന്നൊരു പേടിയായിരുന്നു ആദ്യം. പക്ഷേ എനിക്ക് മലയാളം ചെറുതായിട്ട് വായിക്കാനൊക്കെ അറിയാം, പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നതെന്നുള്ള ധൈര്യത്തിൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി, ചെർക്കള റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി ഇരുന്നു. ഞാൻ റൂമൊന്നും ബുക്കൊന്നും ആക്കിയിട്ടില്ലായിരുന്നു ഒറ്റയ്ക്ക് വന്ന കാരണം. എന്നിട്ട് അവിടെ പോയിരുന്ന് ഇരിക്കുമ്പോൾ എനിക്കൊരു 3 മണിയായപ്പോഴത്തേനും കോൾ വന്നു, സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ബുധനാഴ്ച വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ ആന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എൻ്റെ ടിക്കറ്റ് കൺഫേം ആയില്ലായിരുന്നു, തത്കാൽ ടിക്കറ്റ് നെക്സ്റ്റ് ഡേക്കുള്ളത് അങ്ങോട്ട് പോകാനുള്ളത്. അങ്ങനെ ഞാൻ ജനറൽ ടിക്കറ്റ് തന്നെ ഇരുന്നുകൊണ്ട് പോയി. അവിടെ മോർണിംഗ് അവിടെ എത്തിയപ്പോഴും ലേറ്റായി, 1.5 hours ലേറ്റായി ട്രെയിൻ എത്തിയപ്പോൾ. അവിടെ നിന്ന് വീട്ടിൽ പോയി ഫ്രഷപ്പായി ഞാൻ 12 o'clock എനിക്ക് ഇൻ്റർവ്യൂ സ്ഥലത്ത് പോകണം. അത് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു, ഓൺലൈൻ അല്ലായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഓൺലൈൻ ആയിരുന്നു. അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് അവിടെ എത്തി സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ഇരുന്നു. അത് അവരെന്ന് പറഞ്ഞാൽ എനിക്ക് സമയം തന്നു. ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും ഞാൻ ഇൻ്റർവ്യൂ റൂമിൽ കയറുന്ന നേരത്ത് ഞാൻ തൈലവും ഉടമ്പടി ഉപ്പും കൊണ്ടുപോയിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ ടേബിളിലും കുരിശൊക്കെ വരച്ചു, ഉപ്പും കൊണ്ട് കുരിശ് വരച്ചു, നെറ്റിയ തൈലം തൂത്തോണ്ട് പോയി. എന്നിട്ട് അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി ചിലത്. അപ്പം ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് അവർ ഒരു പേപ്പർ തന്നു, അതിൽ പോയിൻറ്റ്സ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം കാശ് രൂപ ഞാൻ എൻ്റെ മാലയിൽ കൊളുത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ച് കാശ് രൂപ ഇങ്ങനെ മുറുകെ പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അങ്ങനെ പോയിൻറ്റ്സ് എഴുതി. അവരെന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവർ ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് സമയം തന്നു. ഞാൻ എഴുതി അങ്ങനെ അവർക്ക് കൊടുത്തു. അവർ ഓക്കെ ആയി. ഫസ്റ്റ് റൗണ്ട് ഓക്കെ ആയി. സെക്കൻഡ് റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ രണ്ടാമത്. അത് കഴിഞ്ഞിട്ട് അതും ആൾമോസ്റ്റ് 2 hours ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, രണ്ട് റൗണ്ടായിട്ട്. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം തന്നെ അവർ വന്ന് പറഞ്ഞു ക്ലിയർ ആയിട്ടുണ്ട്, ഈ വീക്ക് നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ഓൺ ബോർഡിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു. അതിൻ്റെ മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പം തന്നെ ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഡിസംബറിലാണല്ലോ ഇവിടെ വരുന്നത്, 7-ാം തീയതി പ്രത്യക്ഷീകരണ ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണമേ എന്ന്. അങ്ങനെ ഡിസംബർ 3-ാം തീയതി തന്നെ എനിക്ക് ജോലി കൺഫേമായി. 10-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. 11-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് ഈ ജോലി മേടിച്ചു തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് വൃദ്ധസദനം സന്ദർശിക്കുകയും അവിടെയുള്ള രോഗികളുടെ അടുത്ത് സമയം ചെലവാക്കുകയും അവർക്ക് വേണ്ടി കുറച്ച് ധനസഹായം ചെയ്യുകയും പാവപ്പെട്ട ആൾക്കാർക്ക് സഹായം ചെയ്യുകയും പഠിക്കാനുള്ള കൊച്ചിന് സഹായം ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞാൻ ദിവസവും കുർബാനയെ സംബന്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം പോലും മുടക്കാറില്ല. ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ അന്ന് പറ്റിയില്ലെങ്കിലും ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. കൊന്ത ചെല്ലാറുണ്ട്. എനിക്ക് 2 ദിവസമാണ് ഓഫീസിൽ പോകാനുള്ളത്, 1-2 ദിവസം. ആ ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ 3-4 കൊന്തകൾ ചെല്ലാറുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഫ്രിൻഡോ ജെയിംസ്. ചാലക്കുടിക്കടുത്ത് കാതിക്കുടം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് എൻ്റെ അപ്പനും വരുന്നത്. എറണാകുളം അങ്കമാലിയുടെ അതിരൂപതയുടെ കാതിക്കുടം സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള കാതിക്കുടം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊരു മരിയൻ കുടുംബ ഭക്തരാണ്. 20 വർഷങ്ങളായി എനിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. 2004 തൊട്ട് 2024 വരെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ഒരു ഡിസേബിൾഡായ ഒരാളായിരുന്നു. കാലുകളൊക്കെ എൻ്റെ നടക്കാൻ പറ്റാതെ ഉള്ളൊരവസ്ഥയായിരുന്നു. അന്ന് അമ്മയ്ക്ക് പരിചയമുള്ള കുറച്ച് സിസ്റ്റർമാരൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ 2 കാലുകളും നിവർത്താനും ചികിത്സയും ഒക്കെ കിട്ടി നടക്കാൻ കഴിഞ്ഞത്. പിന്നീട് 2004 തൊട്ട് ഞാൻ പഠിച്ച് ഓരോ കോഴ്സുകളൊക്കെ പാസ്സായി തൊഴിൽ തേടി സിവിൽ പഠിച്ചു, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പഠിച്ചു, മാള ITയിലൊക്കെ അന്ന് തൊടി ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്നോളം കിട്ടിയില്ല. അപ്പോൾ 2019 എൻ്റെ അപ്പൻ ഉടമ്പടി എടുത്തു. എന്നിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. 2024 എൻ്റെ പേരിൽ ഇവിടെ വന്ന് അപ്പൻ്റെ കൂടെ വന്ന് ഇന്നും അപ്പം കൂടെ വന്നിട്ടുണ്ട്, ഒരു ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി പൂർത്തിയാക്കി ഒരു വർഷം തികയുന്നതിന് മുൻപ് ഭിന്നശേഷിക്കാർക്കായിട്ട് മാതാവിനോടും ഈശോയോടും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളും മാതാപിതാക്കളും ധാരാളം വേദനിക്കുന്നുണ്ട്. അവരുടെ വേദനകളും അസ്വസ്ഥതകളും മാതാവ് ഏറ്റെടുക്കണേ, യേശുവെ ഏറ്റെടുക്കണേ എന്ന് ലൈറ്റിൽ കാൻഡർ പ്രയർ റിക്വസ്റ്റ് വഴി അപേക്ഷ നടത്തി. ഇതിൻ്റെ ഫലമായി ബഹുമാന്യനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ദ്രചൂഡ് സാർ ഒരു വിധി പുറപ്പെടുവിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഒരു നിയമനം കൊടുക്കണമെന്ന്. അന്ന് 2019 ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഫലമായിട്ട് BA പാസ്സാവുകയും തുടർന്ന് B.Ed പാസ്സാവുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് എനിക്ക് വേണ്ടി ചാലക്കുടിയിൽ വരികയും അതിലൊരു സീറ്റ് 90% 19% എബോ ഉള്ളവരുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ബിരുദം പാസ്സാവാനും കഴിഞ്ഞു. പിന്നെ അപ്പോഴാണ് അറിയുന്നത് ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് ടെറ്റ് പാസ്സാവണം, നെറ്റ് പാസ്സാവണം, സെറ്റ് പാസ്സാവണം. ഇതിലേതെങ്കിലും ഒന്ന് മാതാവ് എനിക്ക് തരണേന്ന് പറയുകയും ടെറ്റ് പാസ്സാവാൻ എന്നെ മാതാവ് അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് BA B.Ed ടെറ്റും പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊച്ചു ജോലി. 20 കൊല്ലമായല്ലോ ഞാൻ അലയുന്നു മാതാവേ. ഒരു വിദേശത്തേക്ക് എനിക്ക് പോകാനില്ല, ആരും കൊണ്ടുപോകാനില്ല. ചുറ്റുവട്ടന്ന് നിയറസ്റ്റൊക്കെ ആയാലും ആരും നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ മാതാവും യേശുവും മാത്രമേ ഉള്ളൂല്ലോ. എനിക്കൊരു കൊച്ചു ജോലി തരാമോ, വിദേശത്തേക്ക് പോകാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ കഴിഞ്ഞ 19/11/2025 എറണാകുളം അങ്കമാലി എറണാകുളം എംപ്ലോയ്മെൻറ്റ് വഴി ഒരു ജോലി കിട്ടുകയും ആ ജോലി
താൽക്കാലികമായിട്ട് ധാരാളം ആളുകൾ ഈ ജോലി ഇവന് ഞങ്ങളാണ് വാങ്ങിക്കൊടുത്തേ എന്ന് പറഞ്ഞു രാഷ്ട്രീയക്കാർ. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ രാഷ്ട്രീയക്കാരുടെ പ്രേരണയല്ലല്ലോ എനിക്ക് വേണ്ടത്, എൻ്റെ അമ്മ നേരിട്ട് തന്നൂടെ ഒരു കൊച്ചു ജോലി. ഞാൻ എത്രയോ കാലമായി ദാഹിക്കുന്നു, 20 കൊല്ലങ്ങളായില്ലേ. അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് അത് മാറി. സുപ്രീം കോടതിയുടെ ഒരു വക്കീൽ നേരിട്ട് ഇടപെടുകയും കേരള ഗവൺമെൻറ്റിൻ്റെ സമിതി രൂപീകരിക്കുകയും തൃശ്ശൂർ ജില്ല അതിലൊരു ഇൻ്റർവ്യൂ നടത്തുകയും 12/11/2025 നടന്ന ഇൻ്റർവ്യൂവിൽ എൻ്റെ മുത്തിയുടെ നടയിൽ എനിക്ക് വേണ്ടി 32 പേരെ സെലക്ട് ചെയ്തതിൽ അതിലൊരാളായിട്ട് ഈ മാസം എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ജോലി ചെയ്തു എന്ന് എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടി. ലൈറ്റ് ക്യാൻഡിൽ പെർ റിക്വസ്റ്റ് വഴി ധാരാളം അനുഗ്രഹങ്ങൾ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു 20 കൊല്ലങ്ങളായിട്ടുള്ളത്. അതിനെല്ലാം മാതാവിന് നന്ദി പറയുന്നു. പിന്നെ മാതാവിൻ്റെ അനുഭവം എനിക്ക് 2004 ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുത്തിയമ്മയുടെ അടുത്ത്, ഞങ്ങൾ കൊരട്ടിപ്പള്ളിയാണ്, ഫൊറോന പള്ളി, അവിടെ മുത്തിയുടെ ഇടവകയാണ്. കൊച്ചു ഗ്രാമമായ ഞങ്ങളുടെ പള്ളിയും മാതാവിൻ്റെ സ്ഥലമാണ്. അവിടെയും ഈ അമ്മ, ഞാനൊരു ദിവസം ജോലി തേടി അലയുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരമ്മ വന്നിരുന്നു പുലർച്ചെ. ആ അമ്മ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു പുലർച്ചെ ആയി കഴിഞ്ഞപ്പോൾ. അന്ന് തൊട്ട് ഇന്നോളം ഞാൻ 20 വർഷമായിട്ട് എൻ്റെ മാസങ്ങളിൽ കുറ്റങ്ങളും കുറവുകളും ബലഹീനതയൊക്കെ ഉണ്ടെങ്കിലും ഓടിപ്പോയി കുമ്പസാരിക്കും. ഇന്നോളം 20 മാസങ്ങളായി കുമ്പസാരിക്കുന്നു. ഒരു കൊച്ചു പിന്നെ കൃപാസനത്തിലെ പത്രം വിതരണം ചെയ്യും. പിന്നെ പുറത്ത് ഇടത്തെ കൈ ഒരു കൈ ചെയ്യുന്നത് അറിയാതെ കൊച്ചു ത്യാഗങ്ങളും കൊച്ചു നന്മകളും മറ്റുള്ളവർക്ക് ആകാൻ കഴിയുന്ന വസ്ത്രങ്ങളും കൊച്ചു ഭക്ഷണങ്ങളും ഞാനറിയാതെ ആരോടും പറയാതെ കൊണ്ടുപോയി കൊടുത്ത് ഈശോയ്ക്ക് കാഴ്ചവെക്കും. ഇതാണ് എൻ്റെ കൊച്ചു സാക്ഷ്യം. ഇത് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും തിരുമുമ്പിൽ ഇവിടെ വന്ന് പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രതീക്ഷിക്കുന്നു.